ഈ കാഴ്ച കാണുന്നത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച. ആൾക്കാരെല്ലാം പേടിച്ചത് കണ്ട, ഇവരെല്ലാം പേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട, കൂട്ടമായിട്ടാണ് ഈ നമ്മുടെ പട്ടികളെല്ലാം ഇത് കണ്ടത്. ആ വേസ്റ്റും അതിൽ നിന്നും വേറെ പുറത്തുനിന്ന് വന്ന പട്ടികളെ ഓടിക്കണതും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇത് കണ്ട, ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നവരെല്ലാം പേടിച്ച് ഓടി. ഒരു രണ്ട് ചേരിയ, ഇതൊരു പക്ഷം, അത് മറ്റത് വേറൊരു ഇത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളതേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാനും ഫാമിലിയൊക്കെ ഉണ്ട്. ഒരു യാത്രയും കഴിഞ്ഞ് അങ്ങനെ വന്നിരിക്കുകയാണ്. ഇരുന്നപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. തെരുവുനായ ശല്യത്തിൻ്റെ കാര്യം എപ്പോഴും പറയാറുള്ളതാണ്. പലയിടത്തും എന്നും എല്ലാ ദിവസവും ഇപ്പോഴും നായയുടെ കടിയേറ്റും, അതുപോലെ തന്നെ നായ വട്ടം ചാടിയതിൻ്റെ പേരിൽ ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചവരുടെ എണ്ണവും കുട്ടികളെ കടിച്ചു കീറുന്നതും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇന്നിപ്പോൾ കണ്ട ഈ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മളിപ്പം ഈ ഇന്നാളൊരു മുമ്പൊരിക്കൽ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഏത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെന്നാലും നമുക്കിപ്പം മനുഷ്യരെക്കാൾ കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഒന്നും തെരുവ് നായ്ക്കളാണ്. പിന്നെ നമ്മൾ തിരിച്ച് പറയുമ്പം കേരളീയരെക്കാൾ കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളും പിന്നെ തെരുവ് നായകളും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഏകദേശം 5-5:30 മണി സമയത്തുള്ളൊരു കാഴ്ചയാണ്. വൈകുന്നേരം 5-5:15 ഉള്ളൊരു കാഴ്ചയാണ്. ഇത്രയേറെ തിരക്കുള്ള സമയത്ത് ഇവിടുത്തെ തെരുവ് നായകളുടെ ശല്യമാണ് കാണിക്കാൻ പോകുന്നത്. ആരോട് പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണമെന്നും അറിയത്തില്ല. പ്രതികരിക്കൂ എന്ന് പറയുന്നത്, എങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്? നമ്മൾ തിരിച്ചു ഒരു നായയെ എന്തെങ്കിലും ഒന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ നേരിടും? നമുക്കെന്തായിരിക്കും ഇതിൻ്റെ കേസ് വരുന്നത്? നമ്മളെങ്ങനെ പരിഹരിക്കണം? അപ്പം എന്തായാലും നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇവിടെ കണ്ടൊരു കാഴ്ച നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ.